നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂർ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം, സമഗ്രമായി നോക്കാം അടുത്ത ഒരു മണിക്കൂറിൽ. പുതുവർഷ പിറവിയാണെങ്കിലും തിരക്കുള്ള ദിനം തന്നെയാണ് ഇന്നും. വാർത്താ ദിനമായിരുന്നു. മന്ത്രി സജി ചെറിയാനും KCBCയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. മന്ത്രിക്ക് മറുപടിയുമായി KCBC വക്താവ് ജേക്കബ് പാലക്കപ്പിള്ളി ഇന്ന് രംഗത്ത് വന്നു. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും സജീവമായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിൽവർ ലൈൻ സംബന്ധിച്ചായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാനാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു അഭിമാന നേട്ടം എന്ന് പറയുന്നത് പുതുവർഷത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു ISRO എന്നതാണ്. എക്സ്പോസാറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നു ISRO. ഇങ്ങനെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. ഏറ്റുമുട്ടൽ തുടർന്ന് സജിയും സഭയും. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്ന മന്ത്രി സജി ചെറിയാന്റെ പരിഹാസത്തിന് മറുപടിയുമായി KCBC രംഗത്തു വന്നിരിക്കുന്നു. സജി ചെറിയാന്റെ പ്രസ്താവന അനൗചിത്യം നിറഞ്ഞതാണെന്ന് KCBCയുടെ വക്താവ് ജേക്കബ് പാലക്കപ്പിള്ളി പറഞ്ഞു. പ്രധാനമന്ത്രി ക്ഷണിച്ച യോഗത്തിലാണ് ബിഷപ്പുമാർ പങ്കെടുത്തത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതും ഇതുപോലെ തന്നെയാണെന്നും ജേക്കബ് പാലക്കപ്പിള്ളി പ്രതികരിച്ചു. ആ പ്രതികരണം ആദ്യം കാണാം, തിരികെ വരാം. എന്നിട്ട് പ്രധാനമന്ത്രി വിളിച്ച ഒരു ക്രിസ്മസ് ആഘോഷത്തിലാണ് രാജ്യത്തെ ക്രൈസ്തവ നേതാക്കന്മാർ പങ്കെടുത്തത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വളരെ മോശമായി അതിനോട് പ്രതികരിച്ചു എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഔചിത്യരഹിതമായ വാക്കുകളാണ്. അപ്പം അത്തരം സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ വിമർശിക്കുമ്പോൾ പോലും സംസ്കാര സമ്പന്നമായ രീതിയിൽ മാന്യതയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശിക്കാൻ എന്നാണ് അക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്. അതിനിടെ മന്ത്രി സജി ചെറിയാനെതിരെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ രംഗത്ത് വന്നു. അസഭ്യ പ്രസ്താവനകൾ നടത്തുന്നവർക്കാണ് CPM-ൽ കൂടുതൽ പരിഗണന. സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് പ്രസ്താവനയിൽ അത്ഭുതമുണ്ടാകില്ല എന്നും V മുരളീധരൻ പറഞ്ഞു. സജി ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു സജി ചെറിയാന്റെ സഭയെ ഇത്രമാത്രം പ്രകോപിപ്പിച്ച പ്രസ്താവന എന്ന് നോക്കാം. ഇന്നലെയാണ് സജി ചെറിയാൻ പ്രസംഗത്തിൽ സഭയെ വിമർശിച്ചത്. ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് പോയതിനെ പരിഹസിക്കുകയായിരുന്നു സജി ചെറിയാൻ ചെയ്തതെന്ന ആക്ഷേപമാണ് KCBCക്കുള്ളത്. നമുക്ക് ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഒരിക്കൽ കൂടി. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് ബീജി, അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോയി. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. സജി ചെറിയാൻ ഇന്നലെ നടത്തിയ ഈ പരാമർശങ്ങൾ, ഈ പ്രസ്താവനയാണ് KCBC ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതികരണമായിട്ടാണ് KCBC വക്താവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. എന്താണ് KCBC, ഏത് തരത്തിലാണ് സജി ചെറിയാന്റെ ഈ പരാമർശങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. എബിൻ ജോസ് അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഒപ്പം തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയും സഭയുടെ മറുപടിയും ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമൊക്കെ അതിന്റെ രാഷ്ട്രീയം എന്താണ്, അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ, അതിന് വിലയിരുത്തും S ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി. നമുക്ക് ആദ്യം പോകാനുള്ളത് എബിൻ ജോസിലേക്കാണ്. എബിൻ, വളരെ ശക്തമായ ഭാഷയിലാണ് KCBC വക്താവ് ഇന്ന്
സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങളോട് പ്രതികരിച്ചത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഉള്ളടക്കം? എങ്ങനെയാണ് സജി ചെറിയാന്റെ ഈ പരാമർശങ്ങളെ സഭ കാണുന്നത്, സഭ പരിഗണിക്കുന്നത്? മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ വക്താവായ ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി സംസാരിച്ചത്. ഈ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ കൃത്യമായ കരുതൽ വേണം. സജി ചെറിയാന്റെ പ്രയോഗം ഔചിത്യം നിറഞ്ഞതല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും സജി ചെറിയാന്റെ പാർട്ടിക്ക് ഈ ബിഷപ്പുമാരെ അവഹേളിക്കുന്നതിൽ ഒരു ഭാഷാ നിഘണ്ടു തന്നെയുണ്ട് എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏതായാലും രൂക്ഷമായ ഭാഷയിലാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിരുന്നിൽ പങ്കെടുക്കുന്നത് അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അതിനെ ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചല്ല വിമർശിക്കേണ്ടത്. വിമർശിക്കുമ്പോൾ പോലും കൃത്യമായ നല്ല രീതിയിലുള്ള ഒരു ഭാഷ ഉപയോഗിക്കാം. ഈ നവകേരള സദസ്സിൽ ഉൾപ്പെടെ ബിഷപ്പുമാരെ ക്ഷണിക്കുന്നുണ്ട്, വൈദികരെ ക്ഷണിക്കുന്നുണ്ട്. ഇതിനെല്ലാം പോകുന്നതും ഇത്തരത്തിൽ സർക്കാരിൻ്റെ പരിപാടിയാണ്, ഔദ്യോഗികമായി ക്ഷണം കിട്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ രീതിയിലുള്ള വിമർശനമല്ല വേണ്ടത്. ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൃത്യമായ ഭാഷ ഉപയോഗിക്കണം, കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നും KCBC പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോപി, സ്വാഭാവികമായിട്ടും എബിൻ, ഇതിനകത്തൊരു രാഷ്ട്രീയം കലർന്നിട്ടുണ്ട് ഈ പ്രസ്താവനകളിൽ. കാരണം BJP വിളിച്ചു കഴിഞ്ഞാൽ, BJPയുടെ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടാകും എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഈ പ്രതികരണത്തിൽ ഒരു രാഷ്ട്രീയം ഉൾപ്പെട്ടിട്ടുണ്ട്. KCBC അതിനോട് പ്രതികരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് KCBC കടക്കുന്നില്ല. കാരണം ഈ BJP അതുപോലെ തന്നെ മണിപ്പൂർ വിഷയങ്ങളെ നിർത്തിയൊന്നുമുള്ള പ്രതികരണം വരുന്നില്ല. ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചതാണ്. ക്രിസ്മസ് ദിനമാണ്, ക്രൈസ്തവർക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു, ബിഷപ്പുമാരെയാണ് വിളിച്ചത്, അതുപോലെ തന്നെ പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഇത് ഏതെങ്കിലും BJP ചായവോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പാർട്ടികളോടുള്ള ചായവോ എതിർപ്പോ ഒന്നുമല്ല. ഇത് ഔദ്യോഗികമായി സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചു പോയതാണ്. അതിനെ മറ്റൊരു തരത്തിൽ കണക്കാക്കേണ്ട ആവശ്യമില്ല. അതിൽ എടുത്തു പറഞ്ഞത് നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്ഷണം സ്വീകരിക്കുന്നുണ്ട്. ശരി, നവകേരള സദസ്സിൽ ക്ഷണം സ്വീകരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ രാജ്യത്തെ പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ അതിൽ ആ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് KCBC ചോദിക്കുന്നത്. മാത്രമല്ല സജി ചെറിയാനുള്ള വ്യക്തിപരമായ മറുപടിയും KCBC വക്താവ് നൽകിയിട്ടുണ്ട്. സഭാ രാഷ്ട്രീയം ഇത് ഏത് നിലയിലാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുക എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇത് ഈ BJP ഇവിടെ ആളെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ ഈ നമ്മുടെ സദേൺ മേഖലയിൽ BJP ഇടപെടൽ നടത്തുന്നത് അവർക്ക് സീറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് കൃത്യമായി തന്നെ സജി ചെറിയാന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ക്ഷണത്തിനൊക്കെ പിന്നീട് രാഷ്ട്രീയ താല്പര്യം BJPക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പുമാർ ഈ വിരുന്നിന് ക്ഷണം സ്വീകരിച്ചതിനെ സജി ചെറിയാൻ വിമർശിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സഭ മറുപടി നൽകിയിരിക്കുന്നു. KCBC ഇന്ന് പറഞ്ഞത് നവകേരള സദസ്സിൽ ക്ഷണമുണ്ടാകുമ്പോഴും പോകും, BJP നേതാക്കളല്ല പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത്, അത് തങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയായിട്ടാണ് കാണുന്നതെന്നാണ്. ഈ പ്രതികരണങ്ങളെയും സജി ചെറിയാന്റെ പരാമർശങ്ങളും ഒക്കെ എന്ത് രാഷ്ട്രീയ ചലനമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? ഗോപികൃഷ്ണൻ, ഇത് ആദ്യമായല്ല BJPയുടെ ഒരു തന്ത്രം എന്ന നിലയിൽ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതാദ്യമായല്ല BJP ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ അത് നേരത്തെ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ അത് രാഷ്ട്രീയ പരിപാടികൾ നടക്കുമ്പോൾ, പ്രധാനമന്ത്രി വരുമ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഒപ്പം വിളിക്കുക, അവർക്ക് വേദിയിൽ ഇരിപ്പിടം നൽകുക, പ്രധാനമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം നൽകുക, അതൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് പാർട്ടി പരിപാടികളായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. പിന്നീട് ഇവിടെ നിന്നും പോകുന്ന ഡെലിഗേറ്റുകൾക്ക് പ്രത്യേകമായി പ്രധാനമന്ത്രിയെ കാണുന്നതിനൊക്കെ അവസരവും ഒരുക്കി നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തേതിനൊരു മാറ്റമുണ്ട്. അതായത് പ്രധാനമന്ത്രി നേരിട്ടൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നു, ആ വിരുന്നിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ BJP മുറിവുണക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മൊത്തത്തിൽ നടത്തുന്നു. രണ്ട്, കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ വോട്ട് ബാങ്കായ പ്രദേശത്ത് BJP ഒരു ശ്രമം നടത്തി നോക്കുന്നു എന്ന കൃത്യമായ കണക്കുകൂട്ടൽ CPIM-നുണ്ട്. അത് തന്നെയാണ് സജി ചെറിയാൻ പ്രകടിപ്പിച്ചതും. പക്ഷേ BJP ഇതിനെ, ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അത് V. മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിവാദങ്ങൾ പരമാവധി ഉണ്ടാകട്ടെ എന്ന തരത്തിൽ തന്നെയാണ് BJPയുടെ പ്രതികരണം വന്നത്. സജി ചെറിയാന്റെ സ്വഭാവ സവിശേഷത അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും
മുൻകൂട്ടി തന്നെ അറിയാവുന്ന കാര്യമാണെന്നാണ് വി മുരളീധരൻ പറയുകയുണ്ടായത്. BJP ഈ നടക്കുന്ന ചർച്ചകളെയും വിവാദങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായേക്കും എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ പ്രതികരണം കരുതലോടെയാണ്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്താൽ സഭയുടെ നിലപാട് മാറും എന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് രണ്ടു കൂട്ടർക്കും മുറിവില്ലാത്ത വിധം തന്ത്രപരമായി നയതന്ത്രപരമായി ആ കാര്യത്തെ സമീപിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. ഇപ്പോൾ VD സതീശന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുള്ളത്, പ്രധാനമന്ത്രി വിളിച്ച സദസ്സിൽ ക്രൈസ്തവ നേതാക്കൾ പോയത് തെറ്റല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് പോയവരെ കളിയാക്കുകയും പരിഹസിക്കുകയും അല്ല വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തന്ത്രപരമായ നിലപാടാണ്. സജി ചെറിയാൻ കുറച്ചുകൂടി അത് രാഷ്ട്രീയപരമായി വലിയ തോതിൽ മയപ്പെടുത്താതെ പറഞ്ഞു എന്നുള്ളതേ കാണാൻ സാധിക്കൂ. BJPയെ സംബന്ധിച്ച് കിട്ടുന്നെങ്കിൽ പോരുന്നെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ അടുത്തിടെ കണ്ടതാണ്, ക്രിസ്മസിന്റെ അന്നത്തെ ദിവസം എല്ലാ വീടുകളിലും ക്രൈസ്തവ വീടുകളിലും കയറി നരേന്ദ്രമോദിയുടെ ആശംസാ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു BJP. അതിന്റെ ഒരു തുടർച്ചയായി അതിനെ കണ്ടാൽ മതി. വലിയ ചലനങ്ങൾ ഈ സ്വാഭാവികമായിട്ടും ശ്രീകാന്ത്, ഇപ്പോൾ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുകയാണ് മറ്റന്നാൾ. അദ്ദേഹത്തിന്റെ ഈ കേരളത്തിലേക്കുള്ള ഈ സന്ദർശനത്തിനിടയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇതിനൊരു തുടർച്ച, ഈ വിരുന്ന് സൽക്കാരത്തിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൂടി കാണേണ്ടതുണ്ടോ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോഴെല്ലാം തന്നെ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണുന്ന ഒരു രീതി ഈ അടുത്ത കാലത്തായി കാണുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ അടുത്തിടെ വന്നപ്പോഴും വലിയ തോതിൽ അതൊരു വലിയ കൂടിക്കാഴ്ചയായിരുന്നു. കേരളത്തിൽ CSI സഭ ഒഴികെയുള്ള മുഴുവൻ സഭകളിലെയും മതമേലധ്യക്ഷന്മാരെ അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. തൃശ്ശൂരിലും അത്തരമൊരു നീക്കം നടത്തുന്നുണ്ട് BJP. ചില ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരെ നേതാക്കളെയൊക്കെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് തൃശ്ശൂരിലേത് വെറും പ്രധാനമന്ത്രിയുടെ പരിപാടിയല്ല, നേരെ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കിക്ക് ഓഫ് ആണ്, കേരളത്തിലെ കിക്ക് ഓഫ് ആണ്. അതിന് പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ്. അവരേറെ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. അവിടെ സീറോ മലബാർ സഭ പോലെയുള്ള സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഒല്ലൂർ, തൃശ്ശൂർ മേഖലകളിലൊക്കെ തന്നെ അവരുടെ വോട്ട് അവിടെ പ്രധാനപ്പെട്ടതുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ BJP പരമാവധി ഈ വിഷയം മുതലെടുക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഏതായാലും പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവും BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കം കുറിക്കലും ഒക്കെ നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം സജി ചെറിയാന്റെ ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളെ കാണാൻ. അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം KCBC ഉടൻ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ സജി ചെറിയാന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. സജി ചെറിയാനെ വ്യക്തിപരമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് KCBC മറുപടി നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിൽ ക്ഷണിച്ചപ്പോഴും തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. BJP നേതാക്കളല്ല, പ്രധാനമന്ത്രി ക്ഷണിച്ച വിരുന്ന് സൽക്കാരത്തിലാണ് തങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തങ്ങളെ ക്ഷണിക്കുമ്പോൾ അത് ഒരു പരിഗണനയായിട്ടാണ് കാണുന്നത് എന്ന മറുപടിയാണ് KCBC നൽകിയിരിക്കുന്നത്. അതിനപ്പുറം ഇതിനകത്തൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുകൂടി KCBC വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിരുന്ന് സൽക്കാരത്തിന്റെ തുടർച്ചയായി സഭാ നേതൃത്വത്തെ കാണാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ മറ്റന്നാളത്തെ കേരള സന്ദർശനത്തിൽ ഉണ്ടാകും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എസ് ശ്രീകാന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സിൽവർ ലൈൻ പദ്ധതിക്ക് വീണ്ടും റെഡ് സിഗ്നൽ. സിൽവർ ലൈൻ പദ്ധതിക്ക് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാനാകില്ലെന്ന റെയിൽവേ. കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ദക്ഷിണ റെയിൽവേ എതിർപ്പ് വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ ഭാവിയിൽ റെയിൽവേ വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നും അധിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദക്ഷിണ റെയിൽവേയുടെ വാദങ്ങൾ റെയിൽ അധികൃതർ തള്ളി. സിൽവർ ലൈൻ പദ്ധതി കേന്ദ്രം അംഗീകരിച്ചാലും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പദ്ധതി അപ്രായോഗികമാണെന്നും VD സതീശൻ പ്രതികരിച്ചു. അത് അപ്രായോഗികമായ ഒരു പദ്ധതിയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് സമ്മതിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന, വെറും കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പദ്ധതിയാണ്.
അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. 5 നയാ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് 2 ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ റെയിൽ പണിയാൻ പോകുന്നത്. ദക്ഷിണ റെയിൽവേ വിചാരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി തടയാനാകില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. പുതുവർഷത്തിൽ കണ്ട വാർത്ത ഒരു മലയാളികളെ സംബന്ധിച്ച് ഒരു നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ദക്ഷിണ റെയിൽവേയുടെ ആ നിലപാട് കേന്ദ്ര സർക്കാരിന് തിരുത്തേണ്ടി വരുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കേരളത്തോടുള്ള ഒരു വിവേചനത്തിൻ്റെ വേറൊരു ഉദാഹരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല എന്ന് BJP നേതാക്കൾ പ്രസ്താവന നടത്തിയത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ചില ഇടപെടലുകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഇതിന് നേരെ കണ്ണടയ്ക്കാനും മുഖം തിരിക്കാനും കേന്ദ്രത്തിന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ താല്പര്യമില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വിശദീകരിച്ചു. സിൽവർ ലൈനിനെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോൾ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലെന്ന് എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല. സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. സലീം, വളരെ വിവാദമായ സംഭവമാണ് സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന്റെ ഭാവി റെയിൽവേ വികസനത്തിന് തടസ്സമാകും എന്നതാണോ ദക്ഷിണ റെയിൽവേ ഇതിന് റെഡ് സിഗ്നൽ കാണിക്കുന്നതിന് കാരണമായി പറയുന്നത്? റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതുകൊണ്ടൊന്നും കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ല എന്നാണ് എം പി രാജേഷിന്റെ പ്രതികരണം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുകയും ചെയ്യുന്നു. സിൽവർ ലൈൻ പദ്ധതി നടക്കില്ല എന്നാണോ ദക്ഷിണ റെയിൽവേയുടെ ഈ എതിർപ്പോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്? ഗോപി, നിരവധി പ്രതിസന്ധികളാണ് സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ സർക്കാരിനുണ്ടായത്. ആ പ്രതിസന്ധികൾ ഓരോന്നായി പരിഹരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ദക്ഷിണ റെയിൽവേയാണ്. കാരണം ഈ ഭൂമി ഏറ്റെടുക്കലും മറ്റ് പരിസ്ഥിതി ആഘാത പഠനവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലെ ദക്ഷിണ റെയിൽവേയുടെ നിലപാടും റിപ്പോർട്ടും ഒക്കെ വളരെ നിർണായകമാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അത് സിൽവർ ലൈൻ പദ്ധതിയെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പദ്ധതി നടക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ റിപ്പോർട്ട് എന്തായാലും ദക്ഷിണ റെയിൽവേയുടെ വാക്കുപ്രകാരം പറയുന്നത് സിൽവർ ലൈൻ പദ്ധതിക്കായി 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതിൽ 1-2 കാര്യങ്ങളല്ല, നിരവധി തടസ്സവാദങ്ങളാണ് അവർ പറയുന്നത്. അത് കേരളത്തിലെ റെയിൽവേ വികസനത്തെ ഏറ്റവും പ്രധാനമായി ബാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. ഒപ്പം തന്നെ പിന്നീട് നിലവിൽ ഇപ്പോൾ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ വേഗത പിന്നീട് ഒരിക്കൽ വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ അലൈൻമെന്റ് തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടെ ചില പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും അവസാനം ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം DPR തയ്യാറാക്കുമ്പോൾ അന്തിമ കൂടിക്കാഴ്ചയോ അന്തിമ ചർച്ചയോ റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഘാത പഠനങ്ങളൊന്നും ഇല്ല എന്നുള്ള നിലയിലാണ് പറയുന്നത്. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഇപ്പോൾ സിൽവർ ലൈൻ നടപ്പിലാക്കുന്നത്. ഇത് ബ്രോഡ് ഗേജ് റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ദക്ഷിണ റെയിൽവേ പറയുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കേരള അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് ഇവർ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ്. കാരണം ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്ന ദക്ഷിണ റെയിൽവേയുടെ വാദത്തെ പൊളിക്കുന്നതാണ് കേരള അധികൃതർ നടത്തുന്ന ഈ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടുള്ള വിവരങ്ങൾ. കാരണം അവരുടെ ആശങ്കകളെല്ലാം പരിശോധിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. 2 ഘട്ടങ്ങളിലായി റെയിൽവേ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം, പാലക്കാട് റീജിയനിലെ
റെയിൽവേ മാനേജർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. അത് നവംബർ 29-നും ഡിസംബർ 6-നുമായി അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഉയർന്നു വന്ന ആശങ്കകളൊക്കെ പരിഹരിക്കാം എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല ഇതിന്റെ അന്തിമ രൂപം ആയാൽ മാത്രമേ അതിൽ എത്രത്തോളം ഭൂമി മറ്റ് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകൂ എന്ന് കണക്കാക്കാൻ കഴിയൂ. എന്തായാലും റെയിൽവേയുടെ ഭൂമിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും റെയിൽവേക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും തരത്തിൽ വൻ സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതായിരുന്നു റെയിൽവേയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യതയും വരില്ല. കേരളയിലുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് 1 രൂപയുടെ പോലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു നിലപാടായിരുന്നു അന്ന് കേരള അധികൃതർ റെയിൽവേ അധികൃതർക്ക് മുൻപിൽ വെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന അന്നത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിൽ നിന്നുകൂടി മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മന്ത്രി എം പി രാജേഷും വി മുരളീധരനും ഒക്കെ ഇത്തരത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാക്പോരുകൾ നടത്തിയതോടെ വീണ്ടും സിൽവർ ലൈൻ വാർത്തകളിൽ നിറയുന്നു. മാത്രമല്ല വിവാദങ്ങളിലും വീണ്ടും സിൽവർ ലൈൻ വാർത്തകളിൽ നിറയുന്നു. പക്ഷേ ദക്ഷിണ റെയിൽവേ ഇതിൽ തടസ്സങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ കുറയുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് എം പി രാജേഷ് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. സിൽവർ ലൈൻ പുതുവർഷത്തിൽ ചരിത്രം കുറിച്ച് ISRO എക്സ്പോസാറ്റ് വിജയകരമായ ഭ്രമണപഥത്തിൽ എത്തിച്ചു. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തുടങ്ങിയ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. 10 പേലോഡുകളും ഭ്രമണപഥത്തിൽ എത്തിച്ചു. അഭിമാന നേട്ടമാണിതെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു. ഗഗൻയാൻ വിക്ഷേപണം ഈ വർഷം ഉണ്ടാകുമെന്നും ISRO ചെയർമാൻ വ്യക്തമാക്കി. 1st January 2024. Yet another successful mission of PSLV has been accomplished. PSLV C-58 has placed the primary satellite ExpoSat in the desired orbit of 650 kilometer, 6-degree inclination, and we'll be waiting for the exact orbital parameters that will just now come. And we are also waiting for the satellite to have its solar panel deployed. That also will come in a few seconds from now. ISROയുടെ വിശ്വസ്ത പര്യവേഷണ വാഹനമായ PSLVയുടെ 60ാം വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത VSATും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പേലോഡ് മാത്രമാണ് സെൽഫ് പവറിംഗ് ആയിട്ടുള്ളത്. സോ അതൊക്കെ വിസാറ്റിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിലും ഉപരി വിമൻ എഞ്ചിനീയർ ടീമാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളത് അതിലും വലിയൊരു പ്രത്യേകതയാണ്. ന്യൂ ഇയർ ദിവസം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിയോണ്ട് വേർഡ്സ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നീണ്ട കാത്തിരിപ്പിൽ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഒരു സക്സസ്ഫുൾ ആയി എന്നറിയുന്നു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനേഷ്, ഇത് PSLVയുടെ 60ാമത്തെ വിക്ഷേപണമാണെന്ന സവിശേഷതയുണ്ട്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ എക്സ്റേ കൊണ്ട് പഠിക്കുക എന്നതാണല്ലോ ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. എന്താണ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയ PSLVയുടെ വിക്ഷേപണത്തിന്റെ മറ്റ് വിശദാംശങ്ങളും വിശേഷങ്ങളും? ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുവത്സരത്തിൽ ഒരു ചരിത്ര മുഹൂർത്തം അല്ലെങ്കിൽ ഒരു ചരിത്ര ദൗത്യം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു ISRO എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 2023 എന്ന് പറയുന്ന ISROയെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു വർഷം തന്നെയായിരുന്നു. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ആദിത്യ L1 ഉൾപ്പെടെയുള്ള വളരെ വിജയകരമായ മിഷനുകൾ നടത്തിയ വർഷമാണ് 2023 എന്ന് പറയുന്നത്. അതിന് തുടർച്ച തന്നെയാണ് ഈ 2024 ആദ്യ ദിനം തന്നെ ISRO പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അമേരിക്കയ്ക്ക് ശേഷം ലോകത്തിലെ ഈ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിക്കുന്ന 2ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും നമ്മുടെ ഈ എക്സ്പോ സാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണ് പ്രധാനമായി ഉള്ളത്. രണ്ടും 2 രീതിയിലുള്ള ഇലക്ട്രോണിക്, അതായത് 0.8 മുതൽ 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള എക്സ്റേ വികിരണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗം, അതിന് എക്സ്പെക്ട് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 8 മുതൽ 40 കിലോ ഇലക്ട്രോൺ വരെയുള്ള വികിരണത്തെ കുറിച്ച് പൊളിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും പഠിക്കും. അങ്ങനെ 2 ഭാഗങ്ങളായാണ് പഠനം നടത്തുക. 5 വർഷമാണ് ഈ ഒരു പഠനത്തിന്റെ, ഈ ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 1ാം വിക്ഷേപണ തറയിൽ നിന്നുള്ള വിക്ഷേപണം. അത് വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിച്ചു. 21 മിനിറ്റുകൾ കൊണ്ട് എക്സ്പോസാറ്റ് എന്തായാലും ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിനികളായ എഞ്ചിനീയർമാർ നിർമ്മിച്ച VSAT എന്ന് പറയുന്ന പേലോഡ്, അത് ഉൾപ്പെടെ 10 പേലോഡുകളാണ് ഈ PSLV C-58 ഉണ്ടായിരുന്നത്. അതും കൃത്യമായി തന്നെ വിക്ഷേപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും പരാജയങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ ഒരിക്കൽ എല്ലാ മിഷനുകളും തന്നെ വിജയിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ അഭിമാന പര്യവേഷണ വാഹനമാണ്
PSLV എന്ന് പറയുന്നത്. അതിന്റെ 60ാമത്തെ വിക്ഷേപണമായിരുന്നു ഇന്ന് നടന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ചരിത്രപരമായി ശരി മനീഷ്, 60ാമത്തെ വിക്ഷേപണമായിരുന്നു PSLV-യുടേത്. എപ്പോഴും എല്ലാ കാലത്തും ഇന്ത്യയുടെ വിശ്വസ്തമായ ഒരു വെഹിക്കിളാണ് PSLV എന്നത്. അതിലാണ് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വിസാറ്റ് എന്ന പേലോഡും ഇതിൻ്റെ ഭാഗമായി. അവരെ സംബന്ധിച്ച് ഇത് അഭിമാന നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളിൽ ചിലർ നമ്മളോടൊപ്പം ഇന്ന് ഈ വൈകുന്നേരമുണ്ട്. വിസാറ്റിൻ്റെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ഷെറിൻ മറിയം ജോസ് ആണ് നമ്മളുടെ ഒരു അതിഥി. മറ്റൊരു അതിഥി വിസാറ്റ് പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ലിസി എബ്രഹാമാണ്. ലിസി മാഡം, താങ്കൾക്ക് കേൾക്കാമല്ലോ. കൺഗ്രാജുലേഷൻസ്. ഇത് സ്ത്രീ കൂട്ടായ്മയുടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സെൽഫ് പവറിംഗ് പേലോഡ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്നാണ്. എനിക്ക് ആദ്യം ലിസി മാഡം അറിയാനുള്ളത് ഈ വിസാറ്റിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. ഒരു വിമൻ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് ആണല്ലോ ഈ പോയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സവിശേഷതകൾ ആ പേലോഡിൻ്റെ? വിസാറ്റ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ഒന്നാമത്തേത് ഇതൊരു വിമൻ എംപവർമെന്റിന്റെ ഒരു മകുടോദാഹരണമാണ്. അതേപോലെ ഇതൊരു സെൽഫ് പവേർഡ് സാറ്റലൈറ്റ് ആണ്. അതായത് ഇതിന് പ്രവർത്തിക്കാൻ പവർ വേണ്ട. അതുകൊണ്ട് തന്നെ ആദ്യം ആയിട്ട് ടെലിമെട്രി ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾക്കാണ്. ഹീറ്റ് ഷീൽഡ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഡേറ്റ കിട്ടി. ആ ഡേറ്റയും കിട്ടി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ. ശരി മാഡം, അതിൽ എനിക്കൊരു ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സെൽഫ് പവറിംഗ് പേലോഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പേര് പോലെ തന്നെ ഇതിന് പ്രവർത്തിക്കാൻ പവർ വേണ്ട. സാധാരണ നമ്മുടെ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ ആയാലും ഇതിന് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പവർ കൊടുക്കണം. ഇതിന് പവർ ഒന്നും ആവശ്യമില്ല. അതായത് ഇതിനു വേണ്ടി ഒരു പ്രത്യേക പവറിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു PSLV 4th സ്റ്റേജ് ഓൺ ആകുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് ഒരു ഓട്ടോമാറ്റിക് വർക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ ഡേറ്റാസ് ആണ് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ മാഡം പറഞ്ഞത് അതിന്റെ ആദ്യ ഡേറ്റാസ് കിട്ടി തുടങ്ങിയെന്നാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഡേറ്റ, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്പേസിലുള്ള ബഹിരാകാശത്തിലുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോതളക്കാനുള്ള ഉപകരണമാണ് ഈ ഒരു പേലോഡ്. അതോടൊപ്പം നമ്മളൊരു സോളാർ ഇന്റൻസിറ്റി സെൻസറും വച്ചിട്ടുണ്ട്. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് എത്രമാത്രം അൾട്രാവയലറ്റ് വികിരണങ്ങൾ സ്പേസിൽ നിന്ന് നമുക്ക് കിട്ടും. അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് മാഡം? ഇപ്പോൾ നമ്മൾ ഈ ഓസോൺ പാളികളിലെ വിള്ളലൊക്കെ നമ്മുടെ ഇവിടുത്തെ ജീവിതം എന്താകും, അതിന്റെ ഭാവി എന്താകും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ നിർത്തുകയാണല്ലോ. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസിന്റെ വികിരണത്തിന്റെ തോത് മനസ്സിലാക്കുക എന്നതുവഴി അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? എങ്ങനെയാണ് നമുക്കത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ വിവരങ്ങൾ. അതെ, ഇത് കേരളത്തില് ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ പ്രളയം, പിന്നെ റീസെന്റ് ആയിട്ടുണ്ടായ ഉഷ്ണതരംഗങ്ങളും ഒക്കെ വെച്ചിട്ട് അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോത് വളരെ കൂടുതലും, ഇത് കാരണം സ്കിൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനെക്കുറിച്ച് പക്ഷേ പറയത്തക്ക പഠനങ്ങളൊന്നും കേരളത്തിനെ സംബന്ധിച്ച് നടന്നിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ ഒരു ഗ്രൗണ്ട് മൗണ്ടിംഗ് സ്റ്റേഷൻ കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഭൗമോപരിതലത്തിലുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ഏകദേശ വിവരം നമുക്ക് കിട്ടും. പിന്നെ ഈ പേലോഡ് വഴി, ഈ വിസാറ്റ് എന്ന പേലോഡ് വഴി ബഹിരാകാശത്തിലുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോതും നമുക്ക് കിട്ടും. ഇതുവഴി ഓസോൺ പാളിക്ക് എത്രമാത്രം ഫിൽട്ടറിംഗ് റേറ്റ് ഉണ്ട്, ബഹിരാകാശത്തിൽ നിന്ന് എത്ര ശതമാനം അൾട്രാവയലറ്റ് റേഡിയേഷനുകളാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ശരി, അപ്പോൾ ആ നിലയിലാണ് ഇത് പ്രാധാന്യമുള്ള വിവരമായി മാറുന്നത്. ഏതായാലും ഹാറ്റ്സ് ഓഫ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് ഈ സ്ത്രീ കൂട്ടായ്മയിൽ നിന്നും വിസാറ്റ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റിന് രൂപകൽപ്പന നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഒരു സെൽഫ് പവറിംഗ് പേലോഡാണ് PSLV-യുടെ ഈ 60ാം വിക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡ് മൊമെന്റ് കൂടിയാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. നമ്മളോടൊപ്പം ഉള്ളത് വിസാറ്റ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഷെറിൻ മറിയം ജോസ് ആണ്. ഷെറിൻ, നിങ്ങളുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു? എത്ര നാളുകളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിസാറ്റ്? ഞാൻ കൂടാതെ മറ്റ് 2 കോർഡിനേറ്റേഴ്സ് ആണുള്ളത്, സൂര്യ ആൻഡ് ദേവിക. അവരും മാമിനോടൊപ്പം ശ്രീഹരിക്കോട്ടയിലാണ് ഉള്ളത്. ഞങ്ങൾ ഏകദേശം 5 വർഷം മുമ്പുള്ള സീനിയർ ബാച്ചസ് തൊട്ട് ഇതിൽ ഇൻവോൾവ് ആണ്.
സോ മാം ആണ് ആക്ച്വലി ഈ എൻറ്റയർ പ്രോസസ്സ് കോർഡിനേറ്റ് ചെയ്തത്. ഇപ്പം ആദ്യം ഐഡിയ ഇട്ടത് ഞങ്ങളുടെ സീനിയേഴ്സ് ആണ്. നമുക്ക് ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കണം, ISRO സ്റ്റുഡന്റ് സാറ്റലൈറ്റിൽ എന്ന് ഒരു ഐഡിയ ഇട്ടത് ഞങ്ങളുടെ സീനിയർ ബാച്ചസ് ആണ്. അതിനുശേഷം അവർ പാസ് ഔട്ടായി നെക്സ്റ്റ് ബാച്ച് വരുമ്പോൾ മാം അവർക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യും. അങ്ങനെ പോയി ലാസ്റ്റ് ബാച്ചിൽ ഞങ്ങൾ കയറുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ഐഡിയാസ് ആരാണ് ഇട്ടത് അല്ലെങ്കിൽ ഇതിൽ പിന്നിൽ ആരാണ് വർക്ക് ചെയ്തതെന്ന് പോലും ഞങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ അറിയത്തില്ലായിരുന്നു. ബട്ട് ദെൻ അത് എൻറ്റയർലി കോർഡിനേറ്റ് ചെയ്തത് ലിസി മാം ആണ്. പിന്നെ മാമിന്റെ കൂടെ സുമിത്ര മാം ആൻഡ് രശ്മി മാം 2 ടീച്ചേഴ്സും കൂടി കോർഡിനേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നിങ്ങൾ എത്ര പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? നിങ്ങൾ എത്ര പേരുടെ അധ്വാനമാണ് വിസാറ്റ്? ഇപ്പം ലാസ്റ്റ് ലാപ്പിൽ 42 വിദ്യാർത്ഥിനികളാണ് ഉള്ളത്. അതിന് മുൻപത്തെ എല്ലാ സീനിയേഴ്സിന്റെയും കൂടി കൗണ്ട് എടുത്താൽ ഏകദേശം 150ഓളം ഫീമെയിൽ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു പ്രോജക്റ്റ് ആണിത്, പല വർഷങ്ങളിലായി. ശരി, മനസ്സിലായി. അപ്പോൾ എന്താണ് ഷെറിൽ മറിയം ജോസിന്റെ എംബിഷൻ? ഈ മാമിന്റെ കൂടെ ഒക്കെ നടന്നിട്ട് നമുക്ക് ബേസിക്കലി തോന്നുന്ന ഒരു കാര്യം, അംബിഷൻസിനാണെങ്കിലും എന്തിനാണെങ്കിലും ലിമിറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വിസാറ്റിലാണെങ്കിലും മാമിന്റെ കൂടെ നിന്നാലും നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അങ്ങനെ ആകട്ടെ, നമ്മൾ ഒരു എവർ എക്സ്പാൻഡിങ് സ്പേസിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അതിര് വെക്കേണ്ടതില്ല. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ഹോൾ ടീം. ഇറ്റ് മേക്സ് us all proud. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് രാജ്യത്തെ അഭിമാനത്തിൽ എത്തിക്കാൻ കഴിയുന്ന കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങളെപ്പോലുള്ളവരുടെ അധ്വാനവും പ്രയത്നവും കാരണമാകട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. അത് ഈ പുതുവർഷത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ജപ്പാനിലെ വൻ ഭൂചലനം തുടർന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഇന്ന് സംഭവിച്ചത്. ജപ്പാൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുനാമിക്ക് സമാനമായ ഉയർന്ന തിരമാലകൾ പശ്ചിമ ജപ്പാൻ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ജപ്പാനിൽ ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ നമുക്കതിന്റെ വിവരങ്ങൾ നൽകും. രാം, ഒരു സുനാമി തിരമാലകളോട് സമാനമായ രീതിയിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന പ്രതിഭാസം ജപ്പാനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 7.6 ആണല്ലോ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂചലനത്തിന്റെ തോത്. എത്രമാത്രം നാശനഷ്ടങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്? വരും മണിക്കൂറുകൾ നിർണായകമാണോ? വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രാം? ഗോപികൃഷ്ണൻ, ജപ്പാനിൽ ഈ വലിയൊരു ഭൂചലനം ഉണ്ടാവുകയും അതിനെ തുടർന്നുള്ള തുടർ ചലനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ജപ്പാനിലെ പ്രാദേശിക സമയം 4 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് 40 തുടർ ചലനങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം തീവ്രത 3നും 5നും ഇടയ്ക്കാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അവിടുത്തെ സമയം ഒരു 4:30 കൂടിയിട്ടാണ് ഏറ്റവും ശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തിയത്. 7.6 ആയിരുന്നു തീവ്രത. ഇത് ഇഷിവാക്ക മേഖലയിലെ നോട്ടോ മുനമ്പിലാണ് ഈ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്ത് വലിയ തിരമാലകൾ ഉണ്ടായി. 1 മീറ്ററിലധികം തിരമാലകൾ ഉയർന്നു പൊങ്ങിയതിനെ തുടർന്നാണ് അവിടെ സുനാമി മുന്നറിയിപ്പ് നൽകിയത്. ഇതിനോട് സമീപത്തുള്ള പ്രവിശ്യകളിലും ഇപ്പോൾ സുനാമി ജാഗ്രതാ നിർദ്ദേശം ജപ്പാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ഒരു പടിഞ്ഞാറൻ മേഖലയിലുള്ള പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നുള്ള ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാജിമ തുറമുഖത്ത് വലിയ തിരമാലകൾ അടിച്ചു. അതിനു പിന്നാലെ ഈ ഭൂകമ്പത്തെ തുടർന്ന് അവിടെ ഒരു വലിയ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30,000-ലധികം വീടുകളിൽ ഈ വൈദ്യുതി നഷ്ടപ്പെട്ടു. നിരവധി പേരെ പരിക്കേറ്റ് ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടി ചില ആശങ്കകൾ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണ കൊറിയ, അതുപോലെ റഷ്യ എല്ലാം തന്നെ ഈ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് സുനാമിയാണ് അല്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല ഒരു സുനാമി സാധ്യത ഉണ്ട് എന്ന അപായ സൂചനയാണോ ഇത് നൽകുന്നത്? ഗോപികൃഷ്ണൻ, ഈ ഭൂകമ്പത്തിന് പിന്നാലെ ജപ്പാൻ നൽകിയ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഈ നോട്ടോ എന്ന് പറയുന്ന ഈ മുനമ്പിൽ ഒരു സുനാമി സാധ്യത, അതായത് അതിതീവ്രമായ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. മറ്റു പ്രവിശ്യകളിൽ സാധാരണ സാധ്യതയുമായിരുന്നു ഇവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ ഒരു മുന്നറിയിപ്പിൽ അവർ സുനാമി തിരകൾ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ സുനാമി തിരകളുടെ അതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ കടൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ദക്ഷിണ കൊറിയ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഈ നോട്ടോ മേഖലയിൽ 5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നായിരുന്നു ജപ്പാന്റെ മുന്നറിയിപ്പ്. മറ്റ് പ്രവിശ്യകളിൽ 3 മീറ്റർ വരെ ഈ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ദക്ഷിണ കൊറിയ നൽകുന്ന മുന്നറിയിപ്പിൽ ഇതിൽ കൂടുതൽ തിരമാലകൾ ഉയരുവാനും മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി ഈ ഒരു സുനാമി തിരകൾ എത്താനുമുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപികൃഷ്ണൻ,
ശരി, ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന പ്രതിഭാസം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പല ഇടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. സുനാമി തിരമാലകളുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാൻ ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാറാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ന് ഈ പുതുവർഷ ദിനത്തിൽ നമ്മളെ അലോസരപ്പെടുത്തിയ ഒരു വാർത്ത വന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിലെ വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു എന്നതായിരുന്നു ആ വാർത്ത. കൗമാര സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കപ്പത്തൊലി കഴിച്ചതാണ് മരണകാരണം. കപ്പത്തൊലി കഴിച്ചാൽ പശു ചാകുമോ? എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ ഉണ്ട്. അതിലേക്ക്. ഇടുക്കിയിൽ കപ്പ കഴിക്കാത്തവരായി ആരും തന്നെയില്ല. കപ്പയുടെ നാടാണ് മലനാടും മലയോരവും. പക്ഷേ കപ്പത്തൊലി പിന്നീട് എങ്ങനെയാണ് വിഷമയമാകുന്നത്? കപ്പത്തൊലി മാത്രമല്ല, കപ്പക്കുള്ളിലുമുണ്ട് സയനൈഡ് പോലുള്ള ഗുരുതരമായ വിഷാംശങ്ങൾ. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരൽപ്പം സൂക്ഷ്മത പുലർത്തണമെന്ന് മാത്രം. കപ്പക്കുള്ളിലെ സയജനിക് ഗ്ലൂക്കോസൈഡുകളായ ലിനാമാരിനും ലോട്ടാസ്റ്റാറിനുമാണ് എൻസൈമുകളെ ഹൈഡ്രജൻ സയനൈഡാക്കി മാറ്റുന്നത്. 1 കിലോഗ്രാം കപ്പയിൽ 20 മില്ലിഗ്രാം സയനൈഡ് ഉണ്ടാകും. അതായത് ഒരു എലിയെ കൊല്ലാൻ ഇതിൽ 2.5 മില്ലിഗ്രാം മാത്രം മതിയെന്ന് ഓർക്കണം. കയ്പുള്ള അഥവാ കട്ടുള്ള കപ്പയാണെങ്കിൽ അത് 1 ഗ്രാം വരെയാകാം. പച്ചക്കപ്പയിലുള്ളതിനേക്കാൾ സയനൈഡുകൾ പച്ചക്കപ്പ തൊണ്ടിലുണ്ട്. ഇത് പശുവിനുള്ളിലെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തെ തടയുന്നു. അതായത് ശ്വസന പ്രക്രിയയെ ബാധിക്കുന്നുവെന്ന് പറയാം. ഇത് ബാധിക്കുന്നതോടുകൂടി പശുവിനെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെ ഓക്സിജൻ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും എത്താതെ മരണം സംഭവിക്കും. നേരത്തെ കപ്പത്തൊലി പശുവിന് നൽകുന്നതിന് മുൻപ് 2 ദിവസം വരെ വെയിലത്തിട്ട് വാട്ടുമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ സയനൈഡ് ഇല്ലാതാകും. പിന്നീട് കപ്പത്തൊലി തിളപ്പിച്ച ശേഷം അത് ഉണക്കിയാണ് കാലിത്തീറ്റയിൽ കലർത്തി പശുവിന് നൽകിയിരുന്നത്. കപ്പ പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മളത് പലതവണ കഴുകും. അതിനുശേഷം തിളപ്പിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം കളഞ്ഞ് ഒരിക്കൽ കൂടി തിളപ്പിക്കും. സയനൈഡിനെ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കപ്പത്തൊലി പശുക്കൾക്ക് നൽകുമ്പോഴും ഇതേ രീതി തന്നെ പിന്തുടരണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. അറുതിയില്ലാതെ കുട്ടികളോടുള്ള കൊടും ക്രൂരത. ആലപ്പുഴയിൽ 1.5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മാതാവും സുഹൃത്തും അറസ്റ്റിലായി. ആലപ്പുഴ അർത്തുങ്കലിൽ നിന്നാണ് മാതാവ് ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തു. കൈ ചലിപ്പിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ കുഞ്ഞിന്റെ ഇടത് കൈയുടെ അസ്ഥി പൊട്ടിയെന്നും ശരീരത്തിൽ അടിയേറ്റുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനേഷ് മഹിപാൽ വിവരങ്ങൾ നൽകാനുണ്ട്. മനേഷ്, ആദ്യം അറിയേണ്ടത് ആ കുഞ്ഞിന്റെ ആരോഗ്യനില എന്താണെന്നാണ്. ഇപ്പോഴും കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലെ 18ാം വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടിയുടെ കൈക്ക്, അതായത് ഇടത്തെ കൈയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിന്റെ പിൻഭാഗത്ത് 1.5 മാസത്തിനിടെ നേരത്തെ, അതായത് പഴക്കം ചെന്ന പാടുകളടക്കം കുട്ടി ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ടെന്ന് മൊഴി ലഭിച്ചിരുന്നു. അതായത് പ്രതികളുടെ തന്നെ മൊഴി പറഞ്ഞിരുന്നു. അത്തരത്തിൽ കുട്ടിയുടെ പിൻഭാഗത്ത് ഒട്ടേറെ പാടുകളുണ്ട്. അങ്ങനെ കുട്ടി ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ 11:30 ഇവർ അർത്തുങ്കലിൽ നിന്നും പോലീസ് പിടികൂടി. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത് മനീഷ്? ഗോപീഷ്, അതായത് ഈ ഒരു സംഭവത്തെ നിലവിൽ ഇവർ പറയുന്നത് എന്തിനാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസിന് അറിയേണ്ടത്. കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി, അതായത് 1.5 മാസത്തോളമായി അമ്മയുടെ സുഹൃത്തിനൊപ്പം ഈ ചേർത്തല തിരുവിഴയിലായിരുന്നു ഈ കുഞ്ഞ് താമസിച്ചു വന്നിരുന്നത്. കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ സമയത്ത് മർദ്ദിച്ചു. ഈ ചൂരൽ ഉപയോഗിച്ച് അടിച്ചു. ഒപ്പം തന്നെ കൈ പിടിച്ച് വലിച്ചു. അങ്ങനെയാണ് കുട്ടിയുടെ കൈക്ക് പൊട്ടലുണ്ടായത്. ഒപ്പം തന്നെ ഈ അമ്മ, ഏറ്റവും ഗുരുതരമായ വിഷയം, ഈ അമ്മ കൂടി കൂട്ടുനിന്നു. അതായത് ഈ അമ്മയുടെ സുഹൃത്ത് കുഞ്ഞിനെ മർദ്ദിക്കുമ്പോൾ അമ്മ അത് നോക്കി നിന്നു, അല്ലെങ്കിൽ കൂട്ടുനിന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് 75 ആക്ട് പ്രകാരം അടക്കം ഗുരുതരമായുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഇവരെ റിമാൻഡ് ചെയ്യും. നേരത്തെ തന്നെ പോലീസിന് ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് അർത്തുങ്കൽ ഇവർ കറങ്ങുന്നുണ്ട്, അർത്തുങ്കൽ ഇവരെ ചിലർ കണ്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുട്ടികളോട് പോലീസ് അർത്തുങ്കൽ പോലീസിന് വിവരം കൈമാറിയത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്ന് പകൽ 11 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1.5 വയസ്സുള്ള കുട്ടിയെ തല്ലിച്ചതച്ച
കത്തിവച്ച കേസിലാണ് അമ്മയുടെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ ഇടത്തെ കൈയിൽ ഒടിവുണ്ട്. കുഞ്ഞ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു. പന്തെടുക്കാൻ അയൽ വീട്ടിൽ കയറിയ കുട്ടിയെ വീട്ടുടമ മർദ്ദിച്ചതായി പരാതി. പേടിച്ചോടിയ കുട്ടി മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് കാലിന്റെ എല്ലുപൊട്ടി. പുണിത്തുറ വളപ്പിക്കടവ് കോളനിയിൽ ബ്ലായിത്തറയിൽ അനിൽകുമാറിന്റെ 10 വയസ്സുള്ള മകൻ നവീനാണ് പരിക്കേറ്റത്. അയൽവാസിയായ ബാലൻ എന്നയാളാണ് കുട്ടിയെ പട്ടിക കൊണ്ടടിച്ചതെന്നാണ് ആരോപണം. ആദ്യം ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ശേഷം എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. കുറച്ച് പരിമിതമായ സ്ഥലമാണ്. ഇതിനിടയിൽ ആ ഫുട്ബോൾ തൊട്ടടുത്ത ബാലൻ, 72 വയസ്സുണ്ട് അയാൾക്ക്, അയാളുടെ വീടിന്റെ സമീപത്തേക്ക് വീണു. തുടർന്ന് ഇതിൽ നവീൻ എന്ന 10 വയസ്സുകാരൻ ആ വീട്ടിനുള്ളിലേക്ക് കയറുകയും അവിടെ നിന്നും ഫുട്ബോൾ അത് എടുത്ത് കൂട്ടുകാർക്ക് തിരിച്ചെറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് ബാലൻ ഇറങ്ങി വരുന്നത്. കയ്യിലിരുന്ന കമ്പ് കൊണ്ട് ഈ കുഞ്ഞിനെ, നവീനെ അടിക്കാൻ ഓടിച്ചെന്നു. ഈ വെപ്രാളത്തിനിടയിൽ നവീൻ മതിലിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. ആ ദൃശ്യങ്ങളിൽ കാണാം, ആ കമ്പ് കൊണ്ടൊരടി കൊടുക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ആ മതിലിൽ നിന്നും താഴേക്ക് ചാടി ഈ കുഞ്ഞിന് പരിക്കേൽക്കുകയായിരുന്നു. കാലിന് പൊട്ടലുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്നും പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കാലിന്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. പോലീസ് മൊഴിയെടുക്കുന്നുണ്ട്. ശേഷം കേസെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കായംകുളം ഇരുപത്തൊട്ടുകടവ് ജംഗ്ഷനിൽ പുതുവത്സരാഘോഷത്തിനിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ആഘോഷം കാണാനെത്തിയ അക്ഷയ് എന്ന കുട്ടിക്ക് ലാത്തിയടിയേറ്റു എന്നാണ് ആരോപണം. ഗതാഗത തടസ്സമുണ്ടാക്കി യുവാക്കൾക്കെതിരെയാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ ചേട്ടനുമായിട്ട് മോന് പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുമായിരുന്നു. പോയപ്പോഴത്തേക്ക് രണ്ട് പോലീസുകാർ ആദ്യമേ വന്ന് അത് കഴിഞ്ഞ് എന്തിനാ പടക്കം പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയി. ഞാൻ പക്ഷേ എൻ്റെ ഇളയവനുമായിട്ട് അത് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്. അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വലിയവരെ അടിക്കും, കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ഇച്ചിരി ഒന്ന് സ്ഥാനം മാറി നട്ടലിന് കൊണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായുണ്ട്. മനീഷ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? ഈ സംഭവിച്ചതിനെ സംബന്ധിച്ച് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ പറയും. ഇന്നലെ രാത്രിയാണ്, അതായത് രാത്രി 12 മണി കഴിഞ്ഞ് പുലർച്ചെ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് എരുവ ജംഗ്ഷന് സമീപമുള്ള തോട്ടുകടവ് ജംഗ്ഷനിൽ പടക്കം പൊട്ടിക്കുന്നത് കാണാനാണ് അച്ഛൻ അജയനൊപ്പം 9 വയസ്സുകാരനായിട്ടുള്ള അക്ഷയ് അവിടെ എത്തുന്നത്. ആ സമയത്ത് പോലീസ് അവിടെ എത്തി. മഫ്തിയിലാണ് പോലീസ് എത്തിയതെന്നാണ് പറയുന്നത്. 2-3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് മാറണം, ആഘോഷം അതിൽ വിട്ടു, റോഡ് ഗതാഗതം തടസ്സമാകുന്നതുകൊണ്ട് ആളുകൾ മാറണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് പോലീസ് ലാത്തി വീശി. പക്ഷേ ലാത്തി വീശിയ സമയത്ത് ഈ 4ാം ക്ലാസ്സുകാരനെ പോലും വെറുതെ വിട്ടില്ല. എല്ലാവരെയും ലാത്തി കൊണ്ട് അടിച്ച കൂട്ടത്തിൽ ഈ 9 വയസ്സുകാരനെയും അടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഇതിനെ എതിർത്തു. ഈ കുട്ടിയെ അടിച്ച വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു. അങ്ങനെ നാട്ടുകാരുമായി പോലീസ് പ്രശ്നമായി. കൂടുതൽ പോലീസ് അംഗങ്ങൾ അവിടെ എത്തി. പിന്നീട് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ലാത്തി വീശി അടിച്ചു ഓടിച്ചു. പല ആളുകളെ വീട്ടിൽ കയറി പോലും മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം, ആഘോഷം അതിരുവിട്ട സമയത്താണ് പോലീസ് ഇടപെട്ടത്, യുവാക്കളെ മാത്രമാണ് ലാത്തി കൊണ്ട് അടിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും കായംകുളം CA മുഹമ്മദ് ഷാഫി 24 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൃശ്യങ്ങളടക്കം വ്യക്തമാണ്. കുട്ടിയുടെ പിൻഭാഗത്ത് നടുവിൽ ലാത്തി കൊണ്ട് അടിച്ച പാടുണ്ട്. കുട്ടി ഇപ്പോഴും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ചൈൽഡ് ലൈൻ അടക്കമുള്ള ആളുകൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ തന്നെ പരാതി കൊടുക്കുമെന്ന നിലപാടിലാണ് ഈ നാട്ടുകാരും വീട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ ഉള്ളത്. അഭികൃഷ്ണൻ. വിപുലമായ ആഘോഷങ്ങളോടെയാണ് പുതുവർഷത്തെ മലയാളികൾ വരവേറ്റത്. സംഗീത പരിപാടികളും പപ്പാഞ്ഞിയെ കത്തിക്കലുമായി പുതുവർഷ പുലരി ഉത്സവ ആഘോഷമായി മാറി. ഇന്ന്
ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ആഘോഷത്തിന് തുടക്കമായത്. എന്നാൽ അതിനും എത്രയോ മുമ്പ് 10,000 ഇങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ന്യൂ ഇയർ കൊച്ചി കളറാക്കി. മലബാറിലെ പുതുവത്സരാഘോഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായിരുന്നു. കോഴിക്കോടും കാസർഗോഡും വയനാടുമെല്ലാം ആഘോഷം പൊടിപൊടിച്ചു. കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും ജനം തിങ്ങി നിറഞ്ഞു. കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിൽ ആഘോഷം വാനോളം. തലസ്ഥാനത്തും വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. മാനവീയം വീഥിയും കോവളവും വർക്കലയും ശംഖുമുഖവുമായിരുന്നു പ്രധാന ആഘോഷ കേന്ദ്രങ്ങൾ. വൈദ്യുതാലങ്കാരങ്ങളും വിസ്മയ കാഴ്ചകളും കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ന്യൂസ് ഡെസ്ക് 24. ഫോർട്ട് കൊച്ചിയിൽ 2 ആഴ്ച നീണ്ടുനിന്ന കൊച്ചിൻ കാർണിവൽ അന്തിമഘട്ടത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങി. ഇപ്പോൾ അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, എത്രത്തോളം ആഘോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഘോഷയാത്ര നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അജീഷ് ജയകുമാർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് 2 ആഴ്ച നീണ്ടുനിന്ന കൊച്ചിൻ കാർണിവൽ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, നേരത്തെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതാണ്, അജീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അജീഷ്, എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ആഘോഷ പരിപാടികൾ? ഘോഷയാത്ര തുടങ്ങിയല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്ത് അജീഷിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അതിലേക്ക് തിരികെ വരാം. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ പയ്യാമ്പലത്ത് പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കോലം കത്തിച്ച SFI നേതാക്കൾക്കെതിരെ കേസെടുത്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് നടപടി. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സജോ ദേവസി വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, 30 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയുടെ രൂപത്തോട് ചേർന്ന് നിർത്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചത്. പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലോ, എന്താണ് അതിന്റെ വിവരങ്ങൾ? പുതുവത്സരാഘോഷത്തിനിടെയാണ് SFI പ്രവർത്തകർ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാതൃകയിലുള്ള ഒരു കോലം തയ്യാറാക്കിയത്. ഒരു പാപ്പാഞ്ഞിയുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ മാതൃകയിലുള്ള ഒരു കോലമാണ് തയ്യാറാക്കി കത്തിച്ചത്. അതിൽ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നതായിരുന്നു SFIയുടെ വാദം. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പ്രവർത്തകർ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇങ്ങനെ ഒരു കോലം പ്രത്യേകമായി തയ്യാറാക്കി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ടൗൺ പോലീസ് ഈ അനുശ്രീ അടക്കം, സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം 9 പേർക്കെതിരെയാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും കലാപശ്രമം, ഒപ്പം പൊതുസ്ഥലത്ത് ആളുകൾക്ക് അപകടം ഉണ്ടാക്കത്തക്ക വിധം പെട്രോളും തീയും ഒക്കെ ഉപയോഗിച്ചു, ഒപ്പം അന്യായമായി സംഘം ചേർന്നു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ചുമത്തുന്ന നടപടിക്രമത്തിന്റെ ഭാഗമാണ് അത്തരമൊരു കേസ്. അതിനുള്ള നടപടികൾ എല്ലാ പ്രതിഷേധങ്ങൾക്കും എന്നതുപോലെ ഉണ്ടാകും. അതിന്റെ മറ്റ് ആളുകൾ, അതായത് നിലവിൽ 4 പേരുടെ പേരാണ് FIR പരാമർശിച്ചിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന മറ്റ് 5 പേരും എന്നാണ് ഈ FIR പറയുന്നത്. ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും എന്ന് പോലീസ് പറയുന്നത്. അതേസമയം SFI ഇതിനെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സാധാരണ കേസാണ്, ആ നിലയ്ക്ക് മാത്രമാണ് അതിനെ കാണുന്നത് എന്നാണ് SFI നേതൃത്വം വിശദീകരിക്കുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങളുമായി പുതുവർഷത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തന്നെ സംഘടനയ്ക്ക് തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ്
ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. നമുക്ക് ഇന്ന് ഇതുവരെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.